സുനിൽ, മറ്റൊരു വിവാദമായി കത്തിപ്പടരുകയാണ് ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് സർക്കാർ ഒരു കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു. ആ കമ്മീഷൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ഹാരിസ് ചിറക്കലിനെ എതിരെ നിലപാടുമായി രംഗത്ത് വരുന്നത്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിക്കുന്നവരുടെ കയ്യിലൊരു ഉപകരണമായി മാറി എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ മറുഭാഗത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ നിമിഷം വരെയും ഹാരിസ് ചിറക്കലിനെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് സജി ചെറിയാൻ വരുന്നു, പാർട്ടി സെക്രട്ടറി വരുന്നു, ദേശാഭിമാനിയിൽ തന്നെ ലേഖനം വരുന്നു. അപ്പോൾ പിഴവറിയിച്ചാൽ പഴിയോ എന്നാണ് ചോദ്യം. സുനിൽ. അരുൺ, ഗുഡ് ഈവനിങ്. ഏതായാലും കേരളത്തിലാകെ 3500ഓളം ആശുപത്രികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ 1300-ൽ താഴെയാണ് സർക്കാർ ആശുപത്രികൾ. അതേസമയം കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ 60% ആളുകൾ ഇന്നും ആശ്രയിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെയാണ്, സർക്കാർ മെഡിക്കൽ കോളേജുകളെയാണ്. ആ സർക്കാർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ ഹാരിസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വകാര്യ മേഖലയിലൊക്കെ തന്നെ വലിയ ആഡംബര സൗകര്യങ്ങളുണ്ട്, വലിയ ശമ്പളമുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് സർക്കാർ രംഗത്ത് സേവനം നടത്താൻ ഉറച്ചു നിൽക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലുള്ള ആളുകളുടെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇന്ന് ഈ ആരോഗ്യരംഗം ശക്തമായി നിലനിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ തുറന്നെഴുത്ത് എന്നത് തീർച്ചയായും വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിനെ പോസിറ്റീവായി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഡോക്ടർ ഒരിക്കലും ഒരുപക്ഷെ ഈ ആരോഗ്യ വകുപ്പിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ പ്രതിസന്ധിയിലാക്കാനുള്ള എന്തെങ്കിലും ഒരു ബോധപൂർവമായ ശ്രമം നടത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം, ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ വടക്കേന്ത്യയിലൊക്കെ തന്നെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ കേരളത്തിലെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ആരോഗ്യരംഗത്തിൻ്റെ വ്യത്യാസം എനിക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ കഴിയും. ആരോഗ്യമേഖലയിലൊക്കെ തന്നെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ 100-ൽ 77% റേറ്റിംഗ് ആണ്, റാങ്കിംഗ് ആണ് കേരളത്തിന് നൽകുന്നത്. കേരളം 1-ാം സ്ഥാനത്താണ് ആരോഗ്യരംഗത്ത്. ഒരുപാട് കാരണങ്ങൾ പരിഗണിച്ചാണ്, പരിസ്ഥിതി, അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ കേരളം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഈ നീതി ആയോഗിന്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത്. അപ്പോഴും ഒരുപാട് ചില പ്രശ്നങ്ങൾ ഈ ആരോഗ്യരംഗത്തൊക്കെ തന്നെയുണ്ട്. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്രങ്ങളിൽ വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ പാൽഗാമിൽ ഒരു നവജാത ശിശുവിന്റെ മൃതദേഹവുമായി അച്ഛൻ 80 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചു ആംബുലൻസ് കിട്ടാതെ എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഒഡീഷയിലാണെങ്കിൽ ഒരു ഗർഭിണിയായ ഭാര്യയുടെ മൃതദേഹവുമായി ഒരു മനുഷ്യൻ ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരം ആംബുലൻസ് കിട്ടാതെ നടന്നുപോയ വാർത്തയും നമ്മൾ വായിച്ചതാണ്. മറ്റൊരു റിപ്പോർട്ടിലാണെങ്കിൽ ഒരു സഹോദരന്റെ മൃതദേഹവുമായി 90 കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിക്കേണ്ടി വന്ന സാഹചര്യം. ഇത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ കേരളം അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. വളരെ റൂറലായിട്ടുള്ള ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ ഈ ഒരു ചികിത്സാ സംവിധാനങ്ങൾ എത്തിക്കാൻ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക്, പൊതുമേഖലയിലെ ആരോഗ്യ മേഖലയ്ക്ക് കഴിയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. കേരളം എപ്പോഴും 1-ാമതാണ് എന്ന് പറയുമ്പോൾ പോലും ആ 1-ാമത് എന്നത് നിലനിർത്താനും ആ മേഖല അത് തുടർന്നു കൊണ്ടുപോകാനും ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഹാരിസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയല്ല വേണ്ടത്. ഹാരിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി കണ്ട് അത് പരിഹരിക്കണം. ഹാരിസ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ബ്യൂറോക്രസിയിലെ പ്രശ്നമാണ്. ഈ ഒരു തുറന്നു പറച്ചിലിന് ശേഷം ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവമുണ്ട് എന്ന് പറയുന്നു, അത് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു, തൊട്ട് പിറകെ അതൊക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നുവെങ്കിൽ ഈ വിമർശനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹാരിസിനെ കുരിശിൽ തറയ്ക്കുന്നതിന് പകരം ഈ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയാകെ കുഴപ്പത്തിലാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതും ഗുണകരമാകില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 60%-ലധികം ആളുകൾ, പാവപ്പെട്ട മനുഷ്യർ, മധ്യവർഗം, ഇവരൊക്കെ തന്നെ വലിയ
വലിയ പ്രതീക്ഷയോടെ ചികിത്സയ്ക്കായി ഇന്നും ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളായാലും സർക്കാർ ആശുപത്രികളായാലും അതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എല്ലാ ആശുപത്രികളും കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയാകെ തകിടം മറിഞ്ഞിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുന്നത് തീർച്ചയായും കേരളത്തിന് ഗുണകരമാകില്ല. അതേസമയം ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം. അതിൻ്റെ പേരിൽ ഈ തുറന്നു പറച്ചിലിൻ്റെ പേരിൽ ഈ തുറന്നു പറച്ചിലുണ്ടായത് എവിടെയാണ്? ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ അത് ചട്ടലംഘനമാണെങ്കിൽ പോലും ആ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഡോക്ടർ ഹാരിസ് അങ്ങനെയൊരു നടപടി സ്വീകരിച്ചതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ആ ഒരു തുറന്നു പറച്ചിൽ പോസിറ്റീവായി എടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പി. സുനിലാണ് നമുക്കൊപ്പം ചേർന്നത്.